പ്രൈസ് ലോർഡ്. ഇയ്യോബിൻ്റെ പുസ്തകം 5-ാം അധ്യായം 18-19 വാക്യം. അവൻ മുറിവേൽപ്പിക്കുകയും മുറിവ് കെട്ടുകയും ചെയ്യുന്നു, അവൻ ചതയ്ക്കുകയും തൃക്കൈ പൊറിപ്പിക്കുകയും ചെയ്യുന്നു. 6 കഷ്ടത്തിൽ നിന്ന് അവൻ നിന്നെ വിടുവിക്കും, 7-ാമത്തേതിലും തിന്മ നിന്നെ തൊടുകയില്ല. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. തിരുവചനത്തെ പ്രഭാതത്തിൽ ധ്യാനിപ്പാൻ കർത്താവ് നമുക്ക് ഒരവസരം കൂടെ ദാനമായി തന്ന ദൈവത്തിൻ്റെ മഹാദയയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. കഷ്ടത്തിലായിരുന്ന ഇയ്യോബിനെ ആശ്വസിപ്പിക്കുവാൻ ചെന്ന എലീഫസ് പറയുന്നതായ ഒരു സുഭാഷിതമാണ്. നമുക്കറിയാം, ദോഷം വിട്ടകലുന്നവനും നിഷ്കളങ്കനും നീതിമാനുമായിരുന്ന ഇയ്യോബിന് കഷ്ടത നേരിട്ടപ്പോൾ തൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഭാരപ്പെട്ടു. എന്തുകൊണ്ടാണ് ദൈവം എന്നെ ഇങ്ങനെയൊക്കെ പരീക്ഷിച്ചത് എന്നുള്ളതായ ചോദ്യം ഇയ്യോബിൻ്റെ മുൻപിൽ ഒരു വലിയൊരു ഉത്തരം കിട്ടാത്ത ചോദ്യമായി ഇയ്യോബ് ഭാരപ്പെട്ടു. വ്രണങ്ങൾ ബാധിച്ച് അസ്വസ്ഥനായി സകലരും അവനെ ത്യജിക്കുകയും നിന്ദിക്കുകയും അപമാനിക്കുകയും സ്വന്തം ഭവനത്തിൽ നിന്ന് പോലും തനിക്ക് തിന്മ നേരിട്ടപ്പോൾ അവിടെയൊക്കെയും ദൈവം നടത്തുന്ന വഴികളിൽ ഞാൻ സന്തോഷമുള്ളവനായിരിക്കുമെന്ന് പറഞ്ഞ് ധൈര്യത്തോടെ നിൽക്കുമ്പോഴും ഇയ്യോബിൻ്റെ ഉള്ളിൽ ഒരു പ്രയാസം. എൻ്റെ ദൈവം, ഞാൻ സ്നേഹിച്ച ദൈവം, എന്നെ സ്നേഹിക്കുന്ന ദൈവം എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ, ഇതെല്ലാം ഞാൻ സഹിക്കേണ്ടി വന്നല്ലോ എന്ന് ഇയ്യോബ് ഭാരപ്പെട്ടിരിക്കുന്ന സമയം എലീഫസ് ചെന്ന് ഇയ്യോബിനോട് ആശ്വസിപ്പിക്കുകയാണ്. ഇയ്യോബേ, ദൈവം മുറിവേൽപ്പിക്കുന്നു, പക്ഷെങ്കിൽ അതേസമയം ദൈവം ഏൽപ്പിച്ചിട്ടുള്ളതായ മുറിവിനെ അങ്ങനെ നീ മുറിഞ്ഞവനായി നീ ഭാരപ്പെടാതിരിക്കത്തക്കവണ്ണം അല്പം കഴിഞ്ഞിട്ട് വന്ന് അതേ മുറിവിനെ അവൻ കെട്ടി സൗഖ്യമാക്കും. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. അതിനുശേഷം താൻ പറയുന്ന വാചകമാണ്, നമുക്കൊന്ന് നോക്കാം. വീണ്ടും തിരുവചനത്തിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്, എലീഫസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, അവൻ ചതയ്ക്കുന്നു, തൃക്കൈ നീട്ടി അവൻ പൊറിപ്പിക്കുകയും ചെയ്യുന്നു. നമ്മെ ചതയ്ക്കുന്നു, ഇഞ്ച ചതയ്ക്കുന്നത് പോലെ അവൻ നമ്മെ ചതച്ചേക്കാം. പക്ഷെങ്കിൽ അടുത്ത നിമിഷത്തിൽ നമ്മോട് കരുണ തോന്നി നമ്മെ തൃക്കൈ നീട്ടി നമ്മെ ആ സകല ചതവുകളിൽ നിന്നും നമ്മെ വിടുവിക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവീയ പ്രഭാതത്തിൽ നമ്മോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നതായ ദൈവത്തിൻ്റെ വചനം 19-ാം വാക്യമാണ്. നോക്കൂ, 6 കഷ്ടത്തിൽ നിന്ന് അവൻ നിന്നെ വിടുവിക്കും, 7-ാമത്തേതിലും തിന്മ നിന്നെ തൊടുകയില്ല. എന്താണ് ഇതിൻ്റെ അർത്ഥം? നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? 6 കഷ്ടത്തിൽ നിന്ന് അവൻ നിന്നെ വിടുവിക്കും, 7-ാമത്തേതിലും തിന്മ നിന്നെ തൊടുകയില്ല. രണ്ടും 2 ഡിവിഷൻ ആക്കിക്കൊണ്ടാണ് എലീഫസ് പറയുന്നത്. 6 കഷ്ടം, അതൊരു കഷ്ടമായി എലീഫസ് അത് വിവരിച്ചതിന് ശേഷം വേറെ ഒന്നിനെ അത് വേറൊന്നൊരു ഒരു 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 പ്രത്യേകമായി അതിനെ എടുത്തു കാണിക്കുകയാണ് 7-ാമത്തേതിന്. ഇത് തമ്മിലുള്ളതായ വ്യത്യാസം എന്താണ്? 6 കഷ്ടം എന്ന് പറയുന്നത് ഈ ഭൂമിയിലുള്ള ജഡസംബന്ധമായ അല്ലെങ്കിൽ ഭൗമികമായ കഷ്ടങ്ങളാണ്. ഇല്ലായ്മകൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ, ആപത്തുകൾ, അനർത്ഥങ്ങൾ, കടങ്ങൾ, ഭാരങ്ങൾ, തിന്മകൾ, അപമാനങ്ങൾ, പരിഹാസങ്ങൾ, ഇതെല്ലാം ലോകത്തിൽ വരുന്നതായ ഈ ജഡത്തിൽ നമ്മൾ അനുഭവിക്കുന്ന കഷ്ടതയാണ്. പക്ഷെങ്കിൽ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ആ 6 കഷ്ടം കൊണ്ട് അവൻ്റെ പരീക്ഷ തീരുന്നില്ല. 7-ാമത്തേത് ഒരെണ്ണമുണ്ട്. എന്താണെന്നറിയാമോ? തിന്മ നമ്മെ തൊടുക. അതൊരു ഡിവൈൻ ഒരു പരീക്ഷയാണ്, ആത്മീകമായ പരീക്ഷ. ലോക മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ആത്മീക പരീക്ഷയില്ല. എന്നാൽ ഒരു ദൈവഭക്തനെ സംബന്ധിച്ചിടത്തോളം അവന് ഭൗമികമായ കഷ്ടത മാത്രമല്ല, അവന് ആത്മീകമായ മണ്ഡലങ്ങളിലും അവന് പരീക്ഷയുണ്ട്. അനേക തിന്മകൾ അവനെ നേരിടുമ്പോൾ ആ തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യുവാനുള്ളതായ ഒരു പ്രവണത. എന്നാൽ ഒരു വാസ്തവമായി ദൈവഭക്തിയിൽ നിലനിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, രക്ഷയുടെ ദാനത്തെ അവൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞുള്ളവനാണെങ്കിൽ അവൻ തിന്മയ്ക്ക് പകരം തിന്മ പ്രവർത്തിക്കുകയില്ല. അവൻ നന്മയാൽ തിന്മയെ ജയിക്കുന്നവനിടയായിത്തീരും. എങ്ങനെയാണ് സാധിക്കുന്നത്? ഒരാത്മീക വരം പ്രാപിച്ചവർക്ക് മാത്രമേ തിന്മകളെ നന്മകളാൽ ജയിക്കാൻ കഴിയുകയുള്ളൂ. ഇല്ല എങ്കിൽ നമ്മൾ പകരത്തിന് പകരം ചെയ്യുന്നവരായിരിക്കും. ദൈവത്തിന് സ്തോത്രം. ഈ ഭൂമിയിൽ
നമുക്ക് 6 കഷ്ടങ്ങളുണ്ട്, 6 രീതിയിലുള്ളതായ പ്രയാസങ്ങളുണ്ട്, പോരായ്മകളുണ്ട്. അതെല്ലാം പരീക്ഷകളാണ്. ഈ ജഡത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പരീക്ഷകളാണ്. ഭൗമികമായ ജീവിതത്തിൽ സകല മനുഷ്യർക്കും വരുന്നതായ പരീക്ഷകളാണ്. എന്ന് പറഞ്ഞാൽ ലൗകികനായ മനുഷ്യനും ആത്മീകനായ മനുഷ്യനും എല്ലാവരും ഒരുപോലെ അനുഭവിക്കുന്നതായ പരീക്ഷകളാണ് 6 കഷ്ടം. അവർക്കും കടങ്ങളുണ്ട്, നമുക്കും കടമുണ്ട്. അവർക്കും രോഗമുണ്ട്, നമുക്കും രോഗമുണ്ട്. അവർക്കും മരണഭയമുണ്ട്, നമുക്കും മരണഭയമുണ്ട്. അവർക്ക് ആപത്തുണ്ട്, നമുക്കും ആപത്തുണ്ട്. അനേക പ്രയാസങ്ങൾ ലോകത്തിലുള്ളതുപോലെ ലോകത്തിലുള്ളവർക്കും ആത്മീകരായവർക്കും ഒരുപോലെ 6 കഷ്ടങ്ങൾ ഉണ്ടാകും. എന്നാൽ 7ാമത്തേതിൽ എന്ന് പറഞ്ഞാൽ നന്മയാൽ തിന്മകളെ ജയിക്കുന്നതായ ഒരു പരീക്ഷ. ആർക്ക് സാധിക്കും? തിന്മ നിന്നെ തൊടുക. 7ാമത്തേതിലും തിന്മ നിന്നെ തൊടുകയില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അവിടെയാണ് ഒരു മനുഷ്യൻ പൂർണ്ണമായി ഒരു ജയാളിയായി തീരുന്നത്. അവൻ രോഗം സഹിച്ചിരുന്നാലും, ആപത്ത് സഹിച്ചിരുന്നാലും, പരിഹാസവും നിന്ദയും സഹിച്ചിരുന്നാലും അതൊരു സാധാരണ മനുഷ്യർ സഹിക്കുന്നത് പോലെ ദൈവം കണക്കാക്കുന്നുള്ളൂ. എന്നാൽ നിന്റെ മേലെ തിന്മകൾ നേരിടുമ്പോൾ ആ തിന്മകളെ നിനക്ക് നന്മയാൽ ജയിക്കാൻ കഴിയുമോ? അതൊരു വലിയ പരീക്ഷയാണ്. നമ്മളെ കൊണ്ട് സാധിക്കാത്തതായ അനേകം പ്രാവശ്യം ദിവസങ്ങളോളം നാം പരിശ്രമിച്ച് നാം പരിശ്രമിച്ച് ദൈവകൃപയിൽ ആശ്രയിച്ച് അങ്ങനെയുള്ള ഒരു കൃപയെ നാം സംഭരിച്ചെങ്കിൽ മാത്രമേ 7ാമത്തെ പരീക്ഷയിൽ നമുക്ക് ജയിക്കാൻ സാധിക്കുകയുള്ളൂ. അനേകം പ്രാവശ്യങ്ങൾ നമുക്ക് നന്മകളാൽ തിന്മകളെ ജയിക്കാനുള്ള ബലമില്ല. മാനുഷികമായ രീതിയിൽ നമ്മൾ തകർന്നു പോകുന്ന സമയം, തോറ്റുപോകുന്ന സമയം, ദൈവത്തിന് സ്തോത്രം. എന്നാൽ നമ്മുടെ നേരെ നേരിടുന്നതായ തിന്മകളെയൊക്കെയും നന്മയാൽ നേരിടുന്നതിന് വേണ്ടി പ്രാർത്ഥനയിൽ ഉറ്റിരുന്ന് ദൈവസന്നിധിയിൽ ബലം പ്രാപിച്ച്, ഒരു ആത്മീക ധൈര്യം പ്രാപിച്ച്, ആത്മീക ബലം പ്രാപിച്ച്, അങ്ങനെ പ്രത്യാശയുള്ള ഒരു മനുഷ്യന് മാത്രമേ നന്മകളാൽ തിന്മകളെ ജയിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇല്ല എങ്കിൽ തിന്മ ചെയ്യുന്നതിന് പകരം നമ്മൾ തിന്മ ചെയ്തു പോകും. നമ്മെ അടിക്കുന്നവരെ നോക്കി നാം വെറുതെ ഇരിക്കുകയില്ല. നാമും 2-3 അടി കണ്ടാൽ പിന്നെ നാമും അടിക്കുവാൻ വേണ്ടി നമ്മളും എതിരിടും. പെട്ടെന്ന് നമ്മൾ കോപം വന്നാൽ പറയും, അല്പനേരത്തേക്ക് ഞാൻ ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ ഞാൻ വിശ്വാസി എന്നുള്ളതായ നാമം ഞാൻ മാറ്റിവെക്കുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തിക്കളയും. കാരണം എന്താണെന്നറിയാം? നന്മകളാൽ തിന്മകളെ ജയിക്കുവാൻ തോറ്റുപോകുന്ന സ്ഥാനത്ത്. അതാണ് കർത്താവ് പറഞ്ഞത്, നിന്റെ ഇടത്തെ അല്ലെങ്കിൽ വലത്തെ ചെകിട്ടത്ത് അടിക്കുന്ന ഒരു മനുഷ്യന് നിന്റെ ഇടത്തെ ചെകിടവും കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ നന്മകളെ കൊണ്ട് തിന്മകളെ നേരിടുന്നതായ ഒരു വലിയൊരു പരീക്ഷാഘട്ടം ഒരു വിശ്വാസി ജീവിതത്തിൽ അനുഭവിച്ച് അഭ്യസിച്ച് അവൻ കൈക്കലാക്കേണ്ടതായ ഒരു ദൈവീകമായ പദവിയാണ്. ദൈവത്തിന് സ്തോത്രം. നോക്കൂ, എലീഫസ് ഇയ്യോബിനോട് പറയുന്നത്, അല്ലയോ ഇയ്യോബേ, നിന്നെ അനേകർ പരിഹസിക്കുന്നുണ്ടായിരിക്കാം, നിന്നെ നിന്ദിക്കുന്നുണ്ടായിരിക്കാം, നിനക്ക് തിന്മകൾ ചെയ്യുന്നുണ്ടെന്ന് നീ ചിന്തിച്ചേക്കാം. പക്ഷെങ്കിൽ നീ എന്ത് ചെയ്യണമെന്നറിയാമോ? നന്മകളാൽ ആ തിന്മകളെയൊക്കെയും നീ ജയിക്കണം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ പ്രഭാതത്തിൽ അനേക കഷ്ടങ്ങളെക്കുറിച്ച് നമ്മൾ വിവരണപ്പെടും. നമ്മൾ ദൈവസന്നിധിയിൽ നമ്മൾ പറഞ്ഞ് നാം സഹിക്കുന്ന കഷ്ടങ്ങളെക്കുറിച്ചൊക്കെ നാം എണ്ണി പ്രശംസിക്കാറുണ്ട്. നാം സഹിച്ച പട്ടിണി, നാം സഹിച്ചതായ പോരായ്മകൾ, നാം സഹിച്ചതായ അനേക ഉപദ്രവങ്ങൾ, അനേകരുടെ കയ്യിൽ നിന്ന് നമുക്ക് ഏൽക്കേണ്ടി വന്നതായ അനേക ചതിവുകളും അനേക പോരായ്മകളൊക്കെ നമ്മൾ ദൈവസന്നിധിയിൽ എണ്ണി പറഞ്ഞേക്കാം. പക്ഷെങ്കിൽ നമുക്ക് നന്മകളാൽ തിന്മകളെ ജയിച്ചതായ ഒരു ലിസ്റ്റിനെ നമ്മളോട് എടുക്കാൻ പറഞ്ഞാൽ, ദൈവം പറഞ്ഞാൽ നമുക്ക് എത്ര എണ്ണം എടുക്കാൻ കഴിയും? എത്ര പ്രാവശ്യം നാം നന്മകളാൽ തിന്മകളെ ജയിച്ചിട്ടുണ്ട്? നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം കൊണ്ട് നമുക്ക് കൈവരിക്കാവുന്നതായ ഒരു നന്മവശമല്ലത്. അനേക ദിവസങ്ങൾ അഭ്യാസത്താൽ തികഞ്ഞ ഇന്ദ്രിയങ്ങൾ ഉള്ളവർ, അപ്പോസ്തലനായ പൗലോസ് അങ്ങനെയുള്ളവരെ കുറിച്ചാണ് പറയുന്നത്. അഭ്യാസത്താൽ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവം എനിക്ക് സകലത്തിനും മതിയായവനാണ്, എനിക്ക് നഷ്ടമായി പോയാൽ, എന്നെ ഉപദ്രവിച്ചാൽ ദൈവം എനിക്ക് പ്രതിഫലം തരുമെന്നും പറഞ്ഞ് നമുക്ക് അങ്ങേപ്പുറത്ത് ഒരു വലിയൊരു പ്രത്യാശയുടെ മുഖത്തെ നമുക്ക് കാണുവാനിടയാകണം. കർത്താവ് നമുക്ക് വേണ്ടി സഹിച്ചതായ പാടുകളെ കുറിച്ച് നാം ചിന്തിച്ച് അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ടുവരുവാൻ നമ്മൾ പ്രാപ്തരാകണം. 6 കഷ്ടത്തിൽ നിന്ന് അവൻ നിന്നെ വിടുവിക്കുന്നിരിക്കാം. പക്ഷെങ്കിൽ നീ അവിടെ പ്രശംസിക്കരുത്. 7ാമത്തേത് വീണ്ടും വരുന്നു. 6 കഷ്ടം കഴിഞ്ഞുപോയി, 7ാമത്തേത് ഇതാ വേഗം വരുന്നു. ആ കഷ്ടം എന്താണെന്ന് അറിയാമോ? തിന്മകളെ കൊണ്ട് നിന്നെ നേരിടുന്നതായ പരീക്ഷ.
എന്നാൽ നീ നന്മ നിറഞ്ഞവനാണെങ്കിൽ അവിടെ നിനക്ക് ജയം കണ്ടെത്തുവാൻ കഴിയും. ദൈവം ഈ പ്രഭാതത്തിൽ അതിനുള്ളതായ കൃപ നിനക്ക് തരുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.